പ്രസിദ്ധമായ ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം ഒക്ടോബർ 27 തീയതി ആഘോഷിക്കുന്നു. ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്ര മഹോത്സവം ഒക്ടോബർ 27 തീയതി തിങ്കളാഴ്ച. സ്കന്ദഷഷ്ഠി മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ലൈഫ് മിഷൻ ഫ്ളാറ്റിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം. ലക്ഷങ്ങൾ വില വരുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ ഭീമൻ ഗ്ലാസ് ഭിത്തികൾ അടിച്ചു തകർത്തു. വടക്കാഞ്ചേരി ചരൽപ്പറമ്പിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ കനത്ത ആക്രമണം. ഫ്ളാറ്റ് സമുച്ചയത്തിലെ ആശുപത്രി കെട്ടിടത്തിന്റെ ലക്ഷങ്ങൾ വില വരുന്ന ഭീമൻ ഗ്ലാസ് ഭിത്തികൾ അടിച്ചു തകർത്ത നിലയിൽ കണ്ടെത്തി. ഗ്ലാസുകൾ ഉറപ്പിച്ചിരുന്ന മെറ്റൽ ചാനലുകൾ ഉൾപ്പെടെ മോഷണം പോയതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. വിവാദങ്ങളെ തുടർന്ന് നിർമ്മാണം പാതി വഴിയിൽ നിലച്ച നിരവധി നിർധന കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ടിയിരുന്ന ഫ്ളാറ്റ് കെട്ടിടത്തിലെ ആശുപത്രിയുടെ ഒരു വശത്തെ കെട്ടിടത്തോളം വലിപ്പമുള്ള ടെമ്പോർഡ് ഗ്ലാസ് ഭിത്തികളാണ് നശിപ്പിക്കപ്പെട്ടത്. ശക്തമായ ടെമ്പോർഡ് ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചത് കൂടാതെ അലുമിനിയം പാനലുകൾ അടക്കമുള്ള സാധനങ്ങളും കടത്തിക്കൊണ്ടു പോവുകയാണെന്നും നാട്ടുകാർ പറയുന്നു. അതിക്രമം നടത്തിയവരെ പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുൻപും ഫ്ളാറ്റ് കെട്ടിടങ്ങൾക്ക് നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ഹോളോ ബ്രിക്സ് കെട്ടിയ ചുമരുകൾ ഇടിച്ചു തകർത്തതായും കണ്ടെത്തിയിരുന്നു. നിലവിൽ പാതി വഴിയിൽ നിൽക്കുന്ന എല്ലാ കെട്ടിടങ്ങളിലെയും സാധനങ്ങൾ സാമൂഹ്യവിരുദ്ധർ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രദേശവാസികൾ സൂചിപ്പിച്ചു. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട, സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നൽകുന്നതിന് വേണ്ടി ദുബായ് ആസ്ഥാനമായ റെഡ് ക്രസൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ നിർമ്മാണം ആരംഭിച്ച ലൈഫ് മിഷൻ ഫ്ളാറ്റിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. 5 വർഷം കഴിഞ്ഞ ഇതേ സമയത്ത് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് വലിയ കോഴ നടന്നു എന്നുള്ള വലിയ വിവാദമുണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചാണ്. ഇപ്പോൾ ഒരു ആശുപത്രിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നലെയോ മിനിഞ്ഞാന്നോ രാത്രി ഈ ആശുപത്രിയുടെ ചുറ്റുമുള്ള ഗ്ലാസ് സാമൂഹ്യവിരുദ്ധരടിച്ച് പൊളിച്ചിരിക്കുകയാണ്. അത് ടെമ്പേർഡ് ഗ്ലാസ്സാണ്, വലിയ വില കൂടിയ ഗ്ലാസ്സാണ്. അതൊക്കെ അടിച്ച് പൊളിച്ചിരിക്കണം. അതിൻ്റെ ബീഡിങ് എടുത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വയറിങ്ങുകളിലുണ്ടായിരുന്ന വയർ മുഴുവൻ എടുത്തു കൊണ്ടുപോയി. പല സാധനങ്ങളും ഇവിടെ നിർമ്മാണ സാമഗ്രികൾ ഉണ്ടായിരുന്നൊക്കെ പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സേവ്യർ ചിറ്റലപ്പള്ളി ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 വർഷത്തിനുള്ളിൽ ഈ ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി 140 കുടുംബങ്ങളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുമെന്ന്. ഇനി നമുക്ക് ഏതാനും മാസങ്ങളുള്ളൂ ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്. സേവ്യർ ചിറ്റലപ്പള്ളിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ലൈഫ് മിഷൻ ഫ്ലാറ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഇവിടെ നടക്കുന്ന കളവുകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കുറച്ച് മുമ്പ് അങ്ങോട്ടൊരു പുതിയ വഴി വെട്ടുന്നുണ്ട്. ആ വഴി വെട്ടാനെന്നുള്ള പേരിൽ നിരവധി മരങ്ങൾ, വില കൂടിയ മരങ്ങൾ അവിടെ മുറിച്ചു മാറ്റി. ആരാണത് മുറിച്ചു മാറ്റുന്നത്? നഗരസഭയാണോ? അതോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആളുകളാണോ? ഒരു സാധാരണ വീട്ടിലെ മരം മുറിക്കണമെങ്കിൽ അത് ഫോറസ്റ്റുകാർക്ക് അപേക്ഷ കൊടുത്ത് NOC വാങ്ങിച്ച് റവന്യൂവിൻ്റെയൊക്കെ സാങ്ഷൻ കിട്ടിയിട്ട് വേണം ഈ കാട്ടുമരങ്ങൾ മുറിക്കാൻ. ഇവിടെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ, നിയമം നോക്കാതെ 100 കണക്കിന് മരങ്ങൾ, തേക്ക് ഉൾപ്പെടെ ഇവിടുന്ന് മുറിച്ച് നീക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മറവിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ തന്നെ ഒരു വൻ കൊള്ള, ഇവിടേക്ക് അനുവദിച്ച ഫണ്ട് കട്ടത് പോരാതെ ഇവിടേക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന റിസോഴ്സസ് മുഴുവൻ കട്ടുമുടിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും വീട് കിട്ടാത്ത, പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് വീട് കിട്ടാത്ത 100 കണക്കിന് ആളുകൾ ഈ ജില്ലയിലുണ്ട്. അവർക്ക് കൊടുക്കാൻ വേണ്ടി പണിത വിദേശ മലയാളികൾ സ്വരുക്കൂട്ടി കൊടുത്ത പണമാണ് ഇവിടുത്തെ സഖാക്കൾ കട്ടുമുടിച്ചതിൻ്റെ പേരിൽ ഇതിങ്ങനെ കിടക്കുന്നത്. അനിലക്കര ഫ്ലാറ്റ് മുടക്കിയെന്നായിരുന്നു കഴിഞ്ഞ കുറേ കാലം ഇവിടെ പാടിക്കൊണ്ട് കടന്നത്. അനിലക്കര MLA അല്ലാതായിട്ട് 5 വർഷമായി. ഇടതുപക്ഷം 10 വർഷമായിട്ട് ഭരിക്കുന്നു. നഗരസഭയും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഭരണവും MLAയും MPയും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെയാണ്. ഇനി ആരാണ് ഈ ഫ്ലാറ്റ് മുഴുവൻ പൂർത്തീകരിക്കാൻ മുൻകൈ എടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. എന്തായാലും ലൈഫ് മിഷൻ ഫ്ലാറ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഭൂരഹിതരെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായ സമരത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് താക്കോൽ കൊടുക്കണം എന്നാണ് ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാരിനോട് പറയാനുള്ളത്. ഇതിൻ്റെ ബാധ്യത, ഇതിൻ്റെ പണം കെട്ട ആളുകളിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കണം. ന്യൂസ് ഡെസ്ക് CCV.